സേലം കൊച്ചി ദേശീയപാതയിൽ മലയാളി കാർ യാത്രക്കാരെ ആക്രമിച്ച സംഘത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് കിട്ടി. കുഴൽപ്പണവും കടത്തു സ്വർണവും ലക്ഷ്യമിട്ട് പതിവായി ആക്രമണം നടത്തുന്നവരാണെന്ന് പോലീസ് പറയുന്നു. ആക്രമണത്തിന് ഇരയായവരുടെ പരാതി പരിഗണിക്കാതിരുന്ന ആലുവ കുന്നത്തുനാട് പോലീസിനെതിരെയുള്ള അന്വേഷണവും തുടരുകയാണ്. നവമി വിവരങ്ങൾ പങ്കുവെക്കും. നവമി, ഇവർ സ്ഥിരം കൊട്ടേഷൻ സംഘങ്ങളാണ്, ഈ കുഴൽപ്പണ റാക്കറ്റുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്, മലയാളികളാണ്. മറ്റെന്തൊക്കെ വിവരങ്ങളാണ്? രഞ്ജിത്ത്, കോയമ്പത്തൂരിൽ നിന്നും മലയാളികളുടെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളടക്കം മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. വളരെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. പക്ഷേ ഈ യുവാക്കളെ ആക്രമിച്ചത് ആള് മാറിയുള്ള ഒരു സംഭവമാണ്. കേരളത്തിലേക്ക് വരുന്ന ഒരു വണ്ടിയിൽ കുഴൽപ്പണമുണ്ടെന്നൊരു നിർദ്ദേശം ഇവർക്ക് ലഭിച്ചു. ഈ ഒരു സന്ദേശം ലഭിച്ചു. ഈ സന്ദേശത്തെ തുടർന്നാണ് ഈ യുവാക്കൾ സഞ്ചരിച്ചത്. അതായത് പട്ടിമറ്റം സ്വദേശികളായ അക്രം സിദ്ദിഖിയും സുഹൃത്തുക്കളും സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഇങ്ങനെ ഒരു അതിക്രമം ഉണ്ടാകുന്നത്. പിന്നീട് അവർ കോയമ്പത്തൂർ പോലീസിന് പരാതി നൽകുകയും ചെയ്തു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 4 പാലക്കാട് സ്വദേശികളായ മലയാളികളെ പിടികൂടുന്നത്. ഇവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ സ്ഥിരം ഇത്തരത്തിൽ മോഷണം, അതായത് കുഴൽപ്പണം വേട്ട നടത്തുന്നവരാണെന്ന വിവരം പോലീസിന് ലഭിച്ചത്. ഇത്തരത്തിൽ രാത്രികാലങ്ങളിൽ ഇവർക്ക് നിർദ്ദേശം നൽകുന്നു. വാഹനങ്ങളിൽ കുഴൽപ്പണം ഉണ്ടാകും, അല്ലെങ്കിൽ സ്വർണം ഉണ്ടാകും, കൂടുതൽ പണങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു വാഹനങ്ങൾ ഉണ്ടെന്നുള്ളൊരു നിർദ്ദേശം നൽകുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ സ്ഥിരമായി ഇത്തരത്തിൽ വാഹനങ്ങൾ ആക്രമിച്ച് പണം തട്ടുന്ന സംഘങ്ങളാണെന്ന് മനസ്സിലായി. 3 പേരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. അവരെയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് തമിഴ്നാട് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെയാണ് കേരളത്തിൽ ഇവർ തിരിച്ചെത്തി അവരുടെ സ്വന്തം നാട്ടിലെത്തി പോലീസിന് പരാതി നൽകാൻ എത്തിയപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ മോശമായിട്ടുള്ള പ്രതികരണമാണ് യുവാക്കൾക്ക് നേരെ ഉണ്ടായത്. കുന്നത്തുനാട് പോലീസിനെതിരെ വലിയ ആരോപണം തന്നെയാണ് യുവാക്കൾ ഉന്നയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആലുവ റൂറൽ SP സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയോട് ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ യുവാക്കൾക്ക് വേണ്ട സഹായം നൽകുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുവാക്കൾ ഇന്നാണ് കോയമ്പത്തൂരിൽ പോയി അവരുടെ വാഹനം തിരികെ എടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സഹായവും സംരക്ഷണവും നൽകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രഞ്ജിത്ത്, ശരി.